അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, സുഹൃത്തുക്കളെ, മഹാനായ സയ്യിദ് മുഹമ്മദ് കാസിം വലിയുള്ളാഹി തങ്ങളവറുകൾ സയ്യിദ് മുഹമ്മദ് ആരിഫ് ബില്ലാഹിയിൽ നിന്ന് ഒരുപാട് ആത്മീയവും ആധ്യാത്മികവുമായിട്ടുള്ള തസവുഫും ഒരുപാട് കാര്യങ്ങൾ, മതപരമായിട്ടും ഭൗതികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ആത്മീയമായ ഒരു പക്വതയിൽ മഹാനവറുകൾ എത്തുകയും റിഫായി ഷേഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ നിർദ്ദേശപ്രകാരം റിഫായി ത്വരീഖത്തിൽ ഖിലാഫത്ത് നൽകുകയും ജിസ്തി ത്വരീഖത്തിലും അതുപോലെ തന്നെ സയ്യിദ് ശിഹാബുദ്ദീൻ സുഹ്റവർദി മഹാനവറുകളുടെ ത്വരീഖിലൊക്കെ അതിലൊക്കെ പ്രാവീണ്യം നേടി അതിലൊക്കെ ഖിലാഫത്ത് ഏറ്റെടുത്ത് മഹാനവറുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു സംഭവം ചരിത്രത്തിലുണ്ട്. മഹാനവറുകൾ നാട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒരു കപ്പലിലാണ് യാത്ര. അന്നത്തെ പോലെ ഫ്ലൈറ്റും സംവിധാനങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പായക്കപ്പലിൽ കേരളത്തെ ലക്ഷ്യമാക്കിക്കൊണ്ട് മഹാനവറുകൾ ഹിജാസ് സന്ദർശിച്ചു. അത് കഴിഞ്ഞ് ജിദ്ദയിൽ നിന്ന് നാട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് കപ്പൽ കാറ്റിലും കോളിലും പെട്ട് അതിഭീകരമായ കാറ്റ് ശീഘ്രസ്ഗതിയിലായി കപ്പൽ കാറ്റിലും കോളിലും പെട്ട് ആടി ഒലയാൻ തുടങ്ങി. ഭയങ്കര ഭീകരമായ അവസ്ഥയിലെത്തി. കൂറ്റൻ തിരമാലകൾ വന്ന് കപ്പലിൽ വന്ന് അടിച്ച് കപ്പൽ തട്ടി തകർന്ന് തരിപ്പണമായി പോകുമോ എന്ന ഘട്ടം വന്നപ്പോൾ കപ്പലിലുള്ള ആളുകളെല്ലാവരും കൂടി പേടിച്ച് വല്ലാതെ വിഷമിച്ചപ്പോൾ മഹാനായ കാസിം വലിയുള്ളാഹി തങ്ങൾ ആ കപ്പലുണ്ട് ശാന്തമായിട്ട് അദ്ദേഹം വിവാദത്തിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ്, ദിക്റിലാണ്. അദ്ദേഹത്തിന് യാതൊരു പേടിയില്ല. അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരാൾ മറ്റൊരു ഭയപ്പെടുത്തുന്നവനെ ഭയപ്പെടുകയില്ല എന്നുള്ള ഹദീസ് അന്വർത്ഥമാക്കിക്കൊണ്ട് അദ്ദേഹം വളരെ ശാന്തമാണ്. ആർത്തലച്ചൊലച്ചു വരുന്ന ഈ കൊടുങ്കാറ്റുകൾക്ക് മുമ്പിലും അദ്ദേഹം ശാന്തമായിരിക്കുകയാണ്. ഷേഖവറുകളോട് തങ്ങളവറുകളോട് കപ്പലുള്ള ആളുകൾ പറഞ്ഞ് ഈ ഭീകരമായ കാറ്റും കോളും കൂറ്റൻ തിരമാലകളും ഒന്ന് അടങ്ങിക്കിട്ടുന്നതിന് വേണ്ടി അങ്ങ് അള്ളാഹുവിനോടൊന്ന് ദുആ ചെയ്യണം. മഹാനവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു, അള്ളാഹുവേ ഈ കടൽക്ഷോഭത്തിൽ നിന്ന്, ഈ കൂറ്റൻ തിരമാലകളിൽ നിന്ന് കൊടുങ്കാറ്റിനെ നീ അടക്കി നിർത്തണേ അല്ലാ. അതിനുശേഷം കാറ്റടങ്ങി കടൽ ശാന്തമായി. ആ വലിയ ഭീകരമായ കൊടുങ്കാറ്റും വലിയ ഭീകരമായ തിരമാലകളുടെ മേൽ മഹാനവറുകൾക്ക് അദ്ദേഹത്തിൻ്റെ അള്ളാഹു നൽകിയ ശക്തി കൊണ്ട് അതിൻ്റെ മേൽ അടക്കി നിർത്താനും കൊടുങ്കാറ്റിനെ ചീറ്റി അടിച്ചു വന്ന കൊടുങ്കാറ്റിനെ അതിൻ്റെ ദിശയിലേക്ക് തന്നെ തിരിച്ചയക്കാനും കടലിനെ അടക്കി നിർത്താനും മഹാനവറുകൾക്ക് സാധിച്ചു എന്നുള്ളതാണ് ചരിത്രം. അങ്ങനെ മഹാനവറുകൾ ധാരാളം ദിക്റിൽ മുഴുകിയിരുന്ന ആളായിരുന്നു. സുന്നത്ത് നിസ്കാരങ്ങൾ ധാരാളം വർദ്ധിപ്പിച്ചിരുന്ന ആളായിരുന്നു എന്നാണ് പറയുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നമാ യുരീദുല്ലാഹു ലിയുദ്ഹിബ അൻകും റിജ്സ അഹ്ലൽ ബൈത്തി വയുത്തഹിറക്കും തത്ഹീറ. അഹ്ലുബൈത്തിനെ അല്ലാഹു തആല ശുദ്ധീകരിക്കാൻ വേണ്ടി